ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഖൂലു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നോക്കൂ നിങ്ങൾ, ബനാ മസ്ജിദല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ, ഒരു പള്ളിക്ക് പണം ചെലവഴിക്കുക. ഹദീസിൽ കാണാം ഒരു കുരുവിക്കൂടത്ത് പോലെ പള്ളി. ഒരു പള്ളിക്ക് വേണ്ടി നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ചാൽ, ഒരു പള്ളി നമ്മളെ വക ഉണ്ടാക്കി കൊടുത്താലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ബനല്ലാഹു ലഹു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് അല്ലാഹു അവന് നൽകുന്നതാണ്. ഈ ദുനിയാവിൽ നമ്മളെ വീടിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചില്ല സുഹൃത്തെ. നമ്മൾ താമസിക്കുന്ന വീട് എത്ര മനോഹര അല്ലേ. പണിയെടുത്താലും തീരൂല. അലങ്കരിച്ച് ഇത്ര കണ്ട് മതിയാകൂല. പണിയെടുക്കണേ കണ്ടാൽ ഇങ്ങനെ അവിടെ പൊട്ടിയിട്ടിട്ടില്ല, ഇവിടെ പൊട്ടിയിട്ടിട്ടില്ല, പരാതി ഇങ്ങനെ പറയും പണിക്കാരോട്. പൊട്ടിയിട്ട് ഇവിടെ കൂടാനാ ചില ആൾക്കാരെ ധാരണ. ഇങ്ങനെ അതല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതാ, നമ്മുടെ ഈ ദുനിയാവിൽ നമ്മളൊരു വീട് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്വപ്നമല്ലേ സഹോദരങ്ങളെ, ഒരു വീട് ഇവിടെ ഉണ്ടാകുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ഒരു വീടിനേക്കാൾ വലുതാണ് ശാശ്വതമായ സ്വർഗത്തിൽ ഒരു വീടുണ്ടാവാൻ. 60 കൊല്ലം 70 കൊല്ലം നമ്മളിവിടെ ജീവിച്ച്, ആ കൊല്ലം ഇവിടെ തള്ളി നീക്കുമ്പോൾ അവിടെ ഒരു വീടിന് വേണ്ടി നമ്മൾ കഠിനമായി പണിയെടുക്കുന്നു. ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ഗൾഫിൽ പോണ്, ഒരു വീടുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ പാടുപെടുന്നു നമ്മൾ, എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. സഹോദരങ്ങളെ, സ്വർഗത്തിലൊരു വീടുണ്ടാക്കാൻ ഒരു പണി നമ്മൾ എടുത്തിട്ടുണ്ടോ? ഗൗരവമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. സ്വർഗത്തിലൊരു വീടുണ്ടാക്കാൻ അല്ലേ, നാട്ടിലൊരു പള്ളി വേണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അറബിയാളെ കിട്ടുമാവോ? നമ്മൾ മേലിൽ അങ്ങട്ടാ നമ്മളെ തല പോണേ. ആരെങ്കിലും ഇപ്പൊ ഒന്ന് ഗൾഫിക്ക് പറഞ്ഞേച്ചാല് നമ്മുടെ തല അങ്ങട്ടാ പോണേ. സഹോദരങ്ങളെ, നമ്മളെ വീട് നമ്മൾ നിരന്തരം പണിയെടുക്കുന്നു. അവിടെ പൊളിച്ച് ഇപ്പുറത്തുണ്ടാക്കണ്, ഇപ്പുറത്ത് പൊളിച്ച് അപ്പുറത്തുണ്ടാക്കണ്, പണി അങ്ങനെ എടുക്കണ് അല്ലേ. ഒരു കുഴപ്പമില്ല, നമുക്ക് പൈസക്കൊന്നൊരു ചെലവില്ല, പൈസക്കൊന്നൊരു ഒരു ക്ഷാമം നമുക്കില്ല. നമ്മളെ വീടിന്റെ പണി അങ്ങനെ നടന്നു നിൽക്കണേ. പക്ഷേ അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ളൊരു ഭവനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു സുഹൃത്തുക്കളെ? നമ്മൾ എന്ത് നേടി? സ്വർഗത്തിലൊരു വീടിനു വേണ്ടി. ഇതാണ് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്. ഈ ദുനിയാവല്ലല്ലോ നമുക്ക് ശാശ്വതം. അതുകൊണ്ട് ഇവിടെ വീട് വേണ്ട എന്നല്ല, ഇവിടെ പിന്നെ നമ്മുടെ ജീവിതത്തിന് സൗകര്യങ്ങൾ വേണ്ട എന്നല്ല, ഇവിടെ നമുക്ക് സൗകര്യങ്ങൾ വേണം. റസൂല് പറഞ്ഞതാണ്, നല്ലൊരു വീടും നല്ലൊരു ഭാര്യയും നല്ലൊരു വാഹനവും ഉണ്ടെങ്കിൽ പിന്നെ ഓൻ പിറുപിറുക്കാൻ പാടില്ല എന്ന് റസൂല് പറഞ്ഞതാ. റസൂല് പറഞ്ഞ ഇതായി കഴിഞ്ഞാൽ പിന്നെ പിറുപിറുക്കാൻ പാടില്ല. അതങ്ങനായി ഇതിങ്ങനായി എന്ന് പിന്നെ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക സഹോദരങ്ങളെ. എങ്ങനെങ്കിലും കഴിവിന്റെ പരമാവധി നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയാൽ സ്വർഗത്തിലൊരു വീട് അള്ളാഹു തരുന്ന അല്ല പറഞ്ഞ ഓഫറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച സന്തോഷ വാർത്തയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ബനാ മസ്ജിദല്ലാഹ്, റബ്ബിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്.